ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്, സമ്പത്തിനെ കുറിച്ച്. പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സിനെ കുറിച്ച് കൂടിയാണ്. ബിഹേവിയറൽ ഫിനാൻസ് എന്ന ഈ വിഷയം നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ പലരും കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് ചിലർ മാത്രം സാമ്പത്തികമായി വിജയിക്കുന്നത്? അവിടെയാണ് ബിഹേവിയറൽ ഫിനാൻസിന്റെ പ്രാധാന്യം. പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും യുക്തിരഹിതമായി ചിന്തിക്കാറുണ്ട്. ഈ ചിന്തകളെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്ക് സാമ്പത്തിക വിജയം നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഓരോ ഘട്ടങ്ങളായി നോക്കാം. 1. നല്ല സാമ്പത്തിക പെരുമാറ്റം ഓട്ടോമേറ്റ് ചെയ്യുക, അഥവാ ഓട്ടോമേറ്റ് ഗുഡ് ഫൈനാൻഷ്യൽ ബിഹേവിയർ. നമ്മളെ പലപ്പോഴും കാണുന്ന കാര്യങ്ങൾ ഉടനെ വാങ്ങാൻ പ്രേരിപ്പിക്കാറുണ്ട്. ഇതിനെ മെന്റൽ അക്കൗണ്ടിംഗ് ബയാസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സേവിങ്സും നിക്ഷേപങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ പടി. എങ്ങനെ ചെയ്യാം? ഓട്ടോമാറ്റിക് ട്രാൻസ്ഫറുകൾ. നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക ഓട്ടോമാറ്റിക്കായി സേവിങ്സ് അക്കൗണ്ടിലേക്കും നിക്ഷേപ അക്കൗണ്ടിലേക്കും, അതായത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കും മാറ്റുക. ഇത് നമ്മൾ അറിയാതെ തന്നെ സമ്പാദിക്കാൻ നമ്മെ സഹായിക്കുന്നു. റൗണ്ട് അപ്പ് ആപ്പുകൾ. സ്പെയർ ചില്ലറ നിക്ഷേപിക്കുന്ന ആപ്പുകൾ ഉപയോഗിക്കുക. നിങ്ങൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും ബാക്കിയുള്ള തുക അടുത്ത പൂർണ്ണസംഖ്യയിലേക്ക് റൗണ്ട് ചെയ്ത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടും. ഉദാഹരണത്തിന് 99 രൂപയുടെ ഒരു സാധനം വാങ്ങിയാൽ 1 രൂപ സേവ് ചെയ്യപ്പെടും. വിരമിക്കൽ പ്ലാനുകൾ അഥവാ റിട്ടയർമെന്റ് പ്ലാൻസ്. ഓട്ടോമാറ്റിക് സംഭാവനകളുള്ള ഇത്തരം പ്ലാനുകളിൽ ചേരുക. ഇത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഓട്ടോമേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സാമ്പത്തിക ഭാവിയെ മെച്ചപ്പെടുത്തുന്നു. 2. വർത്തമാനകാല പക്ഷപാതം മറികടക്കുക, അഥവാ ഓവർകം പ്രസന്റ് ബയസ്. നമ്മൾ പലപ്പോഴും ഹ്രസ്വകാല സന്തോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇതിനെ പ്രസന്റ് ബയാസ് എന്നാണ് പറയുന്നത്. ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ സന്തോഷങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സാമ്പത്തികമായി ദോഷം ചെയ്യും. ഇതിനെ എങ്ങനെ മറികടക്കാം? ഭാവി സ്വയം തന്ത്രം, അഥവാ ഫ്യൂച്ചർ സെൽഫ് സ്ട്രാറ്റജി. 60 വയസ്സുള്ള നിങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ ചിന്തിക്കുക. ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങൾ ഭാവിയിൽ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക. സംതൃപ്തി വൈകിപ്പിക്കുക, അഥവാ ഡിലേ ഗ്രട്ടിഫിക്കേഷൻ. വില കൂടിയ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 30 ദിവസമെങ്കിലും കാത്തിരിക്കുക. അതിനുശേഷവും നിങ്ങൾക്ക് അത് വേണമെന്ന് ശക്തമായ തോന്നൽ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക. നിക്ഷേപം പുനഃക്രമീകരിക്കുക, അഥവാ റിഫ്രെയിം ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ പണം നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഭാവിയിൽ സമ്പത്ത് നേടുന്നു എന്ന് ചിന്തിക്കുക. അതായത് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ലൂസിംഗ് മണി നൗ, തിങ്ക് ഗെയിനിങ് വെൽത്ത് ഇൻ ദ ഫ്യൂച്ചർ. ദീർഘകാല ലക്ഷ്യങ്ങളിൽ അഥവാ ലോങ് ടേം ഗോൾസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. 3. വൈകാരിക നിക്ഷേപം ഒഴിവാക്കുക. അവോയ്ഡ് ഇമോഷണൽ ഇൻവെസ്റ്റിംഗ്. പേടിയും അത്യാഗ്രഹവും നമ്മുടെ നിക്ഷേപ തീരുമാനങ്ങളെ ബാധിക്കാറുണ്ട്. ഇതിനെ ഹേർഡ് മെന്റാലിറ്റി എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ അനുകരിക്കുന്നത് ഒഴിവാക്കുക. എങ്ങനെ യുക്തിസഹമായി തുടരാം എന്ന് നോക്കാം. ഹ്രസ്വകാല വിപണി ശബ്ദത്തെ അവഗണിക്കുക, അതായത് ഇഗ്നോർ ഷോർട്ട് ടേം മാർക്കറ്റ് നോയ്സ്. ഓഹരി വിപണിയിൽ കയറ്റിറക്കങ്ങൾ സാധാരണമാണ്. ദീർഘകാല പ്രവണതകളിൽ അഥവാ ലോങ് ടേം ട്രെൻഡ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിക്ഷേപ പദ്ധതി പിന്തുടരുക, അഥവാ ഫോളോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇൻഡെക്സ് ഫണ്ടുകളോ ഫിനാൻഷ്യൽ അഡ്വൈസർമാരെയോ ഉപയോഗിക്കുക. വൈവിധ്യവൽക്കരിക്കുക, അഥവാ ഡൈവേഴ്സിഫൈ ചെയ്യുക. എല്ലാ പണവും ഒരു നിക്ഷേപത്തിൽ ഇടുന്നത് ഒഴിവാക്കുക. വിവിധ നിക്ഷേപങ്ങളിൽ പണം വിന്യസിക്കുക. യുക്തിസഹമായ തീരുമാനങ്ങൾ അഥവാ റാഷണൽ ഡിസിഷൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. 4. നഷ്ടത്തോടുള്ള വിമുഖത മറികടക്കുക, അതായത് ഓവർകം ലോസ് അവർഷൻ. പണം നഷ്ടപ്പെടുന്നതിനെ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്നു. ഈ ഭയം പലപ്പോഴും നിക്ഷേപത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു. ഇതിൽ നിന്നും എങ്ങനെ വിജയിക്കാം? പണപ്പെരുപ്പം മനസ്സിലാക്കുക, അതായത് അണ്ടർസ്റ്റാൻഡ് ഇൻഫ്ലേഷൻ. പണം വെറുതെ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. പണപ്പെരുപ്പം നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ മൂല്യം കുറയ്ക്കുന്നു. നിക്ഷേപിക്കുക, അഥവാ ഇൻവെസ്റ്റ്. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ബോണ്ട് തുടങ്ങിയ ചരിത്രപരമായ വളർച്ചയുള്ള ആസ്തികളിൽ നിക്ഷേപിക്കുക. ചെറുതായി ആരംഭിക്കുക, അതായത് സ്റ്റാർട്ട് സ്മോൾ. ചെറിയ തുകകളിൽ നിക്ഷേപം ആരംഭിച്ച് ആത്മവിശ്വാസം വളരുന്നതിനനുസരിച്ച് നിക്ഷേപം വർദ്ധിപ്പിക്കുക. റിസ്ക് എടുക്കാൻ പഠിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കും. 5. നിങ്ങളുടെ നേട്ടത്തിനായി സോഷ്യൽ പ്രൂഫ് ഉപയോഗിക്കുക, അഥവാ യൂസ് സോഷ്യൽ പ്രൂഫ് ടു യുവർ അഡ്വാൻറ്റേജ്. വിജയകരമായ ആളുകളെ അനുകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായി വിജയിച്ചവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അതെങ്ങനെ? വിജയകരമായ ആളുകളുമായി ഇടപഴകുക, അഥവാ ഇന്ററാക്ട് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ. സാമ്പത്തികമായി മിടുക്കരായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. പുസ്തകങ്ങൾ വായിക്കുക. വാറൻ ബഫറ്റ്, പീറ്റർ ലിഞ്ച് പോലുള്ള ലെജൻഡുകളുടെ പുസ്തകങ്ങൾ വായിക്കുക. മനസ്സിലാക്കുക. ഉപദേശം തേടുക. സീക്ക് അഡ്വൈസ്. സാമ്പത്തിക വിദഗ്ധരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുക. വിജയകരമായ ആളുകളിൽ നിന്ന് പഠിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക വിജയം നേടാൻ സാധിക്കും. സമ്പത്ത് എന്നത് പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് കൂടിയാണ്. ബിഹേവിയറൽ ഫിനാൻസ് തത്വങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും
ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബുദ്ധിപരമായി നിക്ഷേപിക്കാനും സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക ഭാവി മെച്ചപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് തന്നെ ആരംഭിക്കുക. കാരണം സമ്പത്ത് കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ്. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.